എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മളെ നല്ല രീതിയിൽ ഇത്രയും നാളും ഡിവിഡൻഡ് കൊടുത്തിരുന്ന ഒരു 7 സ്മോൾ ക്യാപ്പ് ഓഹരികളെ കുറിച്ചാണ്. അതായത് വരുന്ന ഡിവിഡൻഡ് അല്ല പറയുന്നത്, നമുക്ക് ഇത്രയും നാൾ നല്ല ഡിവിഡൻഡ് ഇടുക. അപ്പോൾ ഈ ഷെയർസിൻ്റെ മെച്ചമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കൃത്യമായ എമൗണ്ട് ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാലും അതിനേക്കാൾ കൂടുതൽ രൂപ ഈ ഷെയർസിൽ നിന്ന് നമുക്ക് ഡിവിഡൻഡായിട്ട് ലഭിച്ചിരുന്നു. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ചെറിയ കറക്ഷൻസൊക്കെ ഇങ്ങനത്തെ ഷെയർസിൽ ഹൈ ഡിവിഡൻഡ് കൊടുക്കുന്ന ഷെയർസിൽ ഉണ്ടായാലും നമുക്ക് ആ ഷെയറിൻ്റെ വില കുറയുമ്പോഴും നമുക്ക് ഡിവിഡൻഡായിട്ട് കിട്ടുമ്പോൾ അത് മാനേജ് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ലോസ് അവിടെ കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ മെച്ചമെന്ന് വെച്ചാൽ നമുക്ക് ഇതിന് നല്ല രീതിയിൽ ഡിവിഡൻഡ് കിട്ടും വർഷത്തിൽ. അതുകൂടാതെ ഷെയർ വാല്യൂ ഉയരുകയാണെങ്കിൽ അതിൻ്റെയും കൂടി പ്രോഫിറ്റ് നമുക്ക് ലഭിക്കും. അങ്ങനെ രണ്ട് രീതിയിൽ, അതായത് വളരെ നല്ല രീതിയിൽ മെച്ചമാണ് ഇങ്ങനത്തെ ഷെയർസിൽ നമ്മൾ അതായത് റിസ്ക്കും കുറവാണ്, നമുക്ക് നല്ല രീതിയിൽ ഗ്രോത്തും ജനറേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു 7 ഷെയർസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതായത് മുടങ്ങാതെയുള്ള ലാഭവിഹിതം, അതുകൂടാതെ നല്ല ഡിവിഡൻഡും കൊടുത്ത ഷെയർസാണ്. നമ്മുടെ ആദ്യത്തെ ഷെയർസ് എക്സ്ചേഞ്ച് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഷെയറാണ്. നമുക്കറിയാം കഴിഞ്ഞ 12 മാസത്തിനുള്ളിൽ ഡിവിഡൻഡ് കൊടുത്ത് 30 രൂപയുടെ ഡിവിഡൻഡ് കൊടുത്തിട്ടുള്ളത്. അതായത് കമ്പനി IT മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ഇപ്പോഴത്തെ വില 119 രൂപയുടെ. നമുക്ക് നോക്കാം എക്സ്ചേഞ്ച് നമുക്ക് ഡിവിഡൻഡ് കൊടുത്ത ഡീറ്റെയിൽ നമുക്ക് ഇതിൽ കണ്ടിട്ടുണ്ട്. കണ്ട 23 ജൂലൈ 23 15 രൂപ ഡിവിഡൻഡ് കൊടുത്ത് 24 ഫെബ്രുവരി 24 15, അങ്ങനെ 30 രൂപ നമുക്ക് ഒരു വർഷത്തിനിടയിലാണ്. നമുക്ക് ഇന്ന് തൊട്ടിട്ട് ബാക്കിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷത്തിനിടയിലത്തെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അടുത്ത ഷെയറുടെ ബൻസാലി എഞ്ചിനീയറിംഗ്, അതായത് ഒരു 18 രൂപയുടെ നമുക്ക് ഈ ഒരു വർഷ കാലാവധി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് മാർച്ച് മാസയുടെ കഴിഞ്ഞ മാർച്ച് മുതൽ ഇതുവരെയുള്ള സമയത്താണ്. അതായത് 88 രൂപയുടെ ഇപ്പോഴത്തെ കറൻറ്റ് മാർക്കറ്റ് റേറ്റ് ഷെയറിൻ്റെ 18 രൂപ നമുക്ക് ഡിവിഡൻഡായിട്ട് കിട്ടും. ബൻസാലി എഞ്ചിനീയറിംഗ് ഉണ്ട്. അതിൻ്റെ ഡിവിഡൻഡ് ഡീറ്റെയിൽ നമുക്ക് കൊടുക്കും. അതായത് കഴിഞ്ഞ ജൂണിൽ 2020 ജൂൺ 14 രൂപ കൊടുത്ത്, പിന്നെ ജൂണിൽ വീണ്ടും കൊടുത്തിട്ടുണ്ട്, പിന്നെ ജൂലൈയിൽ 1 രൂപ കൊടുത്ത്, പിന്നെ നവംബറിൽ 1 രൂപ, ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ 1 രൂപ. അങ്ങനെയാണ് ഇതിൻ്റെ ഡിവിഡൻഡ് ഡീറ്റെയിൽ. അടുത്ത ഷെയർ കാമ ഹോൾഡിങ്സ് ആണ്. അത് 185 രൂപയുടെ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഡിവിഡൻഡായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓഹരിയുടെ ഇപ്പോഴത്തെ വില 2500 രൂപയുടെ റേറ്റ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽ. കഴിഞ്ഞ മാർച്ചിൽ 84 രൂപ കൊടുത്തു, പിന്നെ അതുകൂടാതെ കഴിഞ്ഞ ഓഗസ്റ്റിൽ തന്നെ 82 രൂപ കൊടുത്തു, ഈ മാർച്ചിൽ 19 രൂപ ഡിവിഡൻഡ് കൊടുത്തത്. അടുത്ത ഷെയറാണ് നിർലോൺ. 41 രൂപയുടെ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഡിവിഡൻഡായിട്ട് കൊടുക്കും. ഓഹരിയുടെ വില വെറും 428 രൂപയുടെ ഓഹരിയുടെ വിലയുള്ളൂ. ഇതതിൻ്റെ ഡീറ്റെയിൽ. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ 15 രൂപ ഡിവിഡൻഡ് കൊടുത്ത്, അതുകൂടാണ്ട് സെപ്റ്റംബറിൽ വീണ്ടും കൊടുത്തു ഡിവിഡൻഡ് 11 രൂപ. ഈ കഴിഞ്ഞ അതായത് 2024 ഫെബ്രുവരിയിൽ 15 രൂപ കൊടുത്തു. അങ്ങനെ നമുക്ക് ഈ ലാസ്റ്റ് ഒരു വർഷത്തിനിടയിൽ ഇത്രയും പൈസ നമുക്ക് ഡിവിഡൻഡായിട്ട് കിട്ടിയിട്ടുണ്ട്. അടുത്ത ഷെയറാണ് ബാൻകോ പ്രൊഡക്റ്റ്. അതായത് കഴിഞ്ഞ 12 മാസം, അത് ഒരു വർഷത്തിനുള്ളിൽ ഡിവിഡൻഡ് കൊടുത്ത് 42 രൂപയുടെ ഡിവിഡൻഡ് കൊടുത്ത്. അതായത് ഓഹരിയുടെ ഇപ്പോഴത്തെ വില 584 രൂപയുടെ. വാഹന അനുബന്ധ ഉപകരണങ്ങളാണ് കമ്പനിയുടെ പ്രവർത്തന മേഖല. ഇതാണ് ഡിവിഡൻഡ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ 8 രൂപ കൊടുത്തു, പിന്നെ അതുകൊണ്ട് സെപ്റ്റംബറിൽ 14 രൂപ കൊടുത്തു, ഈ കഴിഞ്ഞ അതായത് 2024 ഫെബ്രുവരി 20 രൂപ കൊടുത്തു. അങ്ങനെയാണ് ഇത്രയും എമൗണ്ട് ഡിവിഡൻഡായി കിട്ടിയിട്ടുള്ളത്. അടുത്തത് 6ാമത്തെ ഷെയറാണ് ഗ്ലെൻമാർക്ക് ലൈഫ് സയൻസ്. 43 രൂപയുടെ ഡിവിഡൻഡായിട്ട് കൊടുത്തിട്ടുള്ളത്. കമ്പനിയുടെ വില വെറും 754 രൂപ മാത്രമേ ഉള്ളൂ. ഹെൽത്ത് കെയർ സെക്ടറിലാണ് ഈ ഷെയർ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഡിവിഡൻഡ് ഡീറ്റെയിൽ. 22 കഴിഞ്ഞ മാർച്ചിൽ 21 രൂപ, അതുകൂടാതെ ഒക്ടോബറിൽ, ഈ വർഷത്തെ വന്നിട്ടില്ല, ഈ വർഷത്തെ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുണ്ട് 43. കഴിഞ്ഞ വർഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 43 രൂപയാണ് ഡിവിഡൻഡ് കിട്ടിയിട്ടുള്ളത്. അടുത്തത് പാൽമല്ലോറി ഇൻവെസ്റ്റ്മെൻറ്റ്. 33 രൂപയുടെ നമുക്ക് ഡിവിഡൻഡ് കിട്ടിയിട്ടുള്ളത്. ഓഹരിയുടെ ഇപ്പോഴത്തെ വില 600 രൂപയുടെ. കഴിഞ്ഞ സെപ്റ്റംബറിലാണ്, ഈ സെപ്റ്റംബറിൽ ഒരു 5-6 മാസം മുമ്പാണ് 33 രൂപ ഡിവിഡൻഡ്. ഈ വർഷത്തെ ഡിക്ലെയർ ചെയ്യാൻ സമയമാവുന്നുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് നമ്മളൊരു ഡിവിഡൻഡ് കൊടുത്ത ഷെയർസിൻ്റെ ഡീറ്റെയിൽ. അപ്പോൾ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ അല്ല. ഇത്രയും നല്ല കമ്പനീസ്, അതായത് വില കുറഞ്ഞ, നമ്മളിപ്പോൾ ഈ നോക്കിയ ഷെയർസിലെ മിക്കതും വില കുറഞ്ഞ ഒരു 700 രൂപ താഴെയുള്ള വിലയുള്ള ഷെയർസാണല്ലോ നമ്മൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ അത്രയും ഷെയർസിന് ഇത്രയും നല്ല ഡിവിഡൻഡ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ നല്ല മുത്തു പോലുള്ള, അതായത് പവിഴം പോലുള്ള ഷെയർസ് നമ്മൾ സെർച്ച് ചെയ്ത് പെറുക്കിയെടുത്ത് നമ്മളെ ഹോൾഡിംഗ് ലിസ്റ്റിലുണ്ടെങ്കിൽ അത് നമുക്ക് ഭാവിയിലേക്ക് ഒരു മുതൽക്കൂട്ടായിട്ട് മാറും.
അപ്പോൾ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനായിട്ട് ആരും കാണരുത്. ഇത് ഒരു ഇൻഫോർമേഷൻ വീഡിയോ ആയിട്ട് മാത്രം കാണുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഗ്രൂപ്പുകളിലേക്ക്, ഷെയർ മാർക്കറ്റ് ഗ്രൂപ്പുകളിലേക്ക് ഇത് ഫോർവേഡ് ചെയ്ത് അവർക്കും കൂടി അത് ഉപകാരപ്പെടും. കാരണം ചിലപ്പോൾ അവർ ഇത് കണ്ടെത്തിയിട്ടുണ്ടാവില്ല, ഇങ്ങനത്തെ നല്ല ഷെയർസ് കണ്ടത്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു നന്മ ചെയ്യാനുള്ള സന്മനസ് കാണിക്കുക എന്ന് പറയാനുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.